ദൈവത്തിലായിരിക്കാൻ കർത്താവ് തന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ഈ സന്ധ്യ ദൈവത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനാധനിയുടെ കോവിഡ് ചാപ്റ്ററിന്റെ പ്രാർത്ഥനാ സംഗമമായി ഒരുമിച്ച് കൂടി വരുവാൻ വലിയവനായ ദൈവം ഒരവസരം കൂടെ നമുക്ക് ദാനം തന്നു. ദൈവത്തിന്റെ കൃപയാണ്, കരുണയാണ്. 2024 7 മാസം നമ്മളെ വിട്ട് കടന്നുപോയി. 8-ാം മാസത്തിന്റെ പ്രാരംഭ ദിവസങ്ങളിൽ ദൈവത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് തന്ന കൃപയ്ക്കായി, കരുണയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കടന്നു വന്ന ദൈവമക്കളെല്ലാവരും ആയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസന്നി പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവത്തിലായിരിക്കാം. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. ഹല്ലേലൂയ. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു പകൽക്കാലം ആമേൻ നമ്മെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ പകൽക്കാലമൊക്കെ നമ്മെ ദൈവം സൂക്ഷിച്ചു. നമ്മളെ പല ഇടങ്ങളിൽ, പല ദേശത്ത്, പല രാജ്യത്ത് ആയിരിക്കുന്നു. സ്തോത്രം. നമ്മളായിരിക്കുന്നത് കർത്താവിന്റെ പാദപീഠത്തിലാണ്. സ്വർഗ്ഗം യഹോവയുടെ സിംഹാസനം, ആമേൻ ഭൂമി ദൈവത്തിന്റെ പാദപീഠം. നമ്മൾ ഇരിക്കുന്ന ദൈവത്തിന്റെ പാദപീഠത്തിലാണ്. ആ വ്യക്തമായ ബോധ്യത്തോടെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിനെ പകർന്നുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കുന്നത്തെ കൂട്ടായ്മ അനുഗ്രഹമായി തീരുവാൻ, ഇന്നത്തെ പ്രാർത്ഥന ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ, ദൈവിക വിടുതൽ പ്രാപിപ്പാൻ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ പ്രാർത്ഥനാധുനിയുടെ പ്രാർത്ഥനാ സംഘം നമുക്ക് ആരംഭിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ദിവസത്തിലായിരുന്നാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി നന്ദിയോട് സ്തോത്രം. വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് സന്ധ്യാസമയ ദിവസത്തിന് കടന്നു വരുവാൻ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം കൊണ്ട് അടിയങ്ങൾക്ക് ദാനമായി തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞൊരു പകൽക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളായിരുന്ന ഇടങ്ങളിലെല്ലാം കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചു. ഈ സന്ധ്യ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ വീണ്ടും വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കായി, കരുണയ്ക്കായി സ്തോത്രം. ഈ സന്ധ്യ ഞങ്ങളായിരിക്കും ഞങ്ങളുടെ കഴിവോ മിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ല. അങ്ങയുടെ കൃപ, കരുണ ദൈവമൊന്നു മാത്രമാണ്. പുകഴുവാനോ പ്രശംസിപ്പാനോ ഞങ്ങൾക്കൊന്നുമില്ല. ജീവിതത്തിലെ കുറവുകളോ വീഴ്ചകളോ തെറ്റുകുറ്റങ്ങളോ ഒക്കെയും അങ്ങ് ഞങ്ങളോട് മനഃപൂർവ്വമായി ക്ഷമിക്കണം. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണം. അല്പസമയം ആമേൻ അടിയങ്ങൾ ഒരുമിച്ച് ദൈവത്തിലായിരിക്കട്ടെ. നാഥ, ഇന്നത്തെ കൂട്ടായ്മ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്തു എന്ന് പറയത്തക്ക നിലയിൽ കർത്താവിന്റെ പ്രവൃത്തി ഞങ്ങളുടെ മധ്യ വെളിപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതാ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരും പേരുപരായി തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാധുനിയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. അതിന് നേതൃത്വം കൊടുക്കുന്ന ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പൻ സുഭാഷിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റു ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വത്തിൽ ആയിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. എല്ലാ ദൈവമക്കളെ ഓർക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ എല്ലാവരുടെ മേലും പകരണമേ. പ്രാർത്ഥിപ്പാനുള്ള ദൈവ കൃപ അങ്ങയുടെ ജനത്തിന്റെ മേൽ പകരണമേ. ആരാധിപ്പാൻ ദൈവം അങ്ങയുടെ ജനത്തെ അങ്ങ് ബലപ്പെടുത്തണം. കർത്താവേ, ഈ സന്ധ്യയിൽ അല്പസമയം പൊന്നുപാദപടത്തിലിരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി അങ്ങ് ഇടപെടണമേ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കാൻ സ്തോത്രം. കടന്നു വന്ന മക്കളെ പേരുവരായി എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ ഭരിച്ചു നടത്തണം. ആത്മാവിൽ പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപ നൽകണമേ. ആത്മാവിൽ ആരാധിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവ് ദൈവത്തിന്റെ വചനം ഞങ്ങളോട് കൃത്യമായി സംസാരിക്കണം. അങ്ങയുടെ ആലോചന ഞങ്ങളെ അറിയിച്ചാട്ടുന്നത. ഈ സന്ധ്യ ഞങ്ങൾക്ക് വെറുതെ പോകുവാനല്ല, ആത്മാവിന്റെ ഇരട്ടി ശക്തിയോട്, ആത്മാവിന്റെ ബലത്തോട് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. അതിന് തടസ്സമായി വിപരീതമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും അങ്ങ് നീക്കി ഇന്ന് സന്ധ്യയെങ്കിൽ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഭവനങ്ങളെ, കുടുംബങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേ, ആമേ, ആമേ. കർത്താവിന്റെ സന്നിധി സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന കേട്ട് ഈ സന്ധ്യയിൽ നമ്മുടെ മധ്യേ അത്ഭുതം പ്രവർത്തിപ്പാൻ പിന്നെയും നമുക്ക് പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനാധുനിയുടെ പ്രാർത്ഥനാ സംഗമമായി കൂടി വരുവാൻ സ്വർഗം ഇടയാക്കിയല്ലോ. കർത്താവിന്റെ വലിയ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. 2024 8-ാം മാസവും നമുക്ക് ഒരുമിച്ച് കോവിഡ് ചാപ്റ്ററിന്റെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഒരുമിച്ച് കോവിഡ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമ്മെ ഇടയാക്കി. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതിയാൽ ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥനാധുനിയുടെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നേതൃത്വത്തില് ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും, എല്ലാ ദൈവദാസന്മാരെയും
ദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ആമേ കർത്താവിന് ദാസൻ ബെൻസൻ പാസ്റ്റർ അവറുകള് നമ്മുടെ നടുവിലുണ്ടല്ലോ. ആമേ കർത്താവിന് ദാസന് ഹാലലി കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാലലിയ ആമേ നന്ദിയോടെ സ്തോത്രം. അങ്ങനെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തില് ആമേ ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആമീൻ. എല്ലാവരും പ്രാർത്ഥനയുടെ ആയിരിക്കണം. ബ്ലസ്സം പാസ്റ്റർ ആമീൻ ആലലിയ നമ്മുടെ ആലലിയ ഇന്ന് സന്ധ്യയിൽ കടന്നു വരുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അത്യാവശ്യമായി ആമീൻ കർത്താവിൻദാസിന് ആമീൻ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ആമീൻ ഒടുവിലായി ജോയിൻ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആയിരിക്കുന്ന ഇടങ്ങൾ ദൈവം സൂക്ഷിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ. അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആലലി പ്രാർത്ഥനയോടെ ആമീൻ വീണ്ടും നമുക്ക് ായിരിക്കാം. പ്രാർത്ഥന അതിനുടെ പ്രവർത്തനങ്ങളൊക്കെയും വളരെ അനുഗ്രഹമായി തീരുവാൻ ദൈവമക്കൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ആമി പല വിഷയങ്ങൾ നമ്മൾ അറിയപ്പെടുന്ന നമ്മൾ അറിയുന്ന ആമി വിഷയങ്ങൾ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾക്കൊക്കെ കർത്താവ് അത്ഭുതം പ്രവർത്തിപ്പാൻ അനേകര് യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ കർത്താവിനെ അറിയുവാൻ ആമീൻ ഈ പ്രാർത്ഥന അതിനുടെ പ്രവർത്തനം മൂലം ഇടയായി തീരണം. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായി ആമീൻ ആലലിയ പ്രാർത്ഥന അതിനുടെ ചാപ്റ്ററിന്റെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നല്ലോ. എല്ലാം വളരെ ഭയങ്കരമായി തീരുവാൻ സ്വർഗം സഹായിക്കട്ടെ. പ്രത്യേക ആമീൻ ആലലിയ 25-ാം വർഷത്തിലേക്ക് പ്രാർത്ഥന അതിനിയുടെ പ്രവർത്തനം നമ്മൾ 25 വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സ്തോത്രം. 25 വർഷക്കാലം കർത്താവ് അത്ഭുതകരമായി കർത്താവ് പരിപാലിച്ചു. സ്തോത്ര വിവരങ്ങളൊക്കെ ബെൻസൻ പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. ഒടുവിലായി ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കും. സ്തോത്രം. തുടർന്ന് കൺവെൻഷനും കാര്യങ്ങളും ഒക്കെ നടക്കുവാനായിട്ടുണ്ട്. ദൈവമക്കൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. പ്രാർത്ഥന അതിനോട് പ്രവർത്തനങ്ങളൊക്കെ വളരെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കട്ടെ. സമയം മുമ്പോട്ട് ആലലിയ എടുക്കുന്നില്ല. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അല്പസമയം നാം ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ആലലി ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്ര മക്കളെ നമ്മളായിരിക്കുന്ന ഇരിപ്പിടങ്ങളില് സ്തോത്രം. നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ റൂമുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാവരും ആലലി ക്യാമറകളൊക്കെ ഒന്ന് ഓണാക്കി വെച്ചാൽ അത് വളരെ അനുഗ്രഹമായിരിക്കും. ഞാൻ എപ്പോഴും ദൈവസ്ഥനിൽ അത് പറയാറുള്ള ഒരു കാര്യമാണ്. നാം ദൈവസ്ഥനിലാണ് വന്നിരിക്കുന്നത്. സൂം പ്ലാറ്റ്ഫോമിലാണ്. സ്തോത്രം. ആലലിയ സ്തോത്രം. വീഡിയോ ഓഫാക്കി വെച്ചാൽ കുഴപ്പമില്ലേ, ഓണാക്കി വെച്ചാൽ കുഴപ്പമില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ നമുക്കുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നാം ദൈവസ്ഥനിലാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് നമ്മെ അറിയുന്നുണ്ട്. നമ്മുടെ അവസ്ഥ സ്വർഗം അറിയും. നമുക്കിപ്പോ വീഡിയോ ഓണാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അത് ദൈവം അറിയുന്നുണ്ട്. ഓണാക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിലും കർത്താവ് അറിയുന്നുണ്ട്. അത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് അല്പസമയം ദൈവത്തെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. ആലലി നമുക്കറിയാവുന്ന പാട്ടുകളൊക്കെ പാടുമ്പോൾ കരങ്ങളെ അടിച്ച് റൂമുകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ കരങ്ങളെയൊക്കെ അടിച്ച് ആത്മാവിൽ അല്പസമയം ദൈവത്തെ ആരാധിക്കുന്നത് ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് അനുഗ്രഹമായി തീരും. അത് വിടുതലായി തീരും. അത് ദൈവനാമോഹത്തിന് കാരണമായി തീരും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള സമയം സ്തോത്രം. ആലലിയ ആലലിയ കൊയറ് സ്തോത്രം ആരാധനയ്ക്ക് ലീഡ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് അവരോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. അതിനായി സ്തോത്രം. കൊയറിനെ മുൻപോട്ട് ക്ഷണിക്കും. ദൈവം സഹായിക്കട്ടെ. തന്റെ ചിറകിൻ വീഴലിൽ എന്നെ കരുതും എന്നും പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൽ യാത്ര ചെയ്യും
ആശയോടെ ആശ്രയിപ്പാൻ നിത്യം സർവശക്തിയോടെയും മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ എന്നെ എന്നും പുലർത്തും എന്റെ ആശയെല്ലാം അറിയും കൈവിടാതെ തന്റെ എന്റെ ആശകൾ എല്ലാവരെയും തന്റെ ചിറകിൽ സർവശക്തി കൂടെയും മരുഭൂമി യാത്ര ചെയ്യും ആശ്രയിപ്പാൻ എനിക്കും കൂടെയും യാത്ര ചെയ്യും പ്രത്യാശയോ പരിഭൂമിയാത്രയും തളരാതെ ഓരോ നിമിഷവും ദൈവം നടത്തുന്ന ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഇന്നലെ പാട്ടുകാരൻ പറയുന്നത് പോലെ ഇന്നലെ ഭൂമിയെ കണ്ടവർ ഇന്ന് എത്ര പേർ കാണാതെ ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ ഈ ഒരു അവസരം കൂടെ ഈ സന്ധ്യാസമയത്ത് ഒരുമിച്ച് ദൈവസ്ഥനായിരിക്കുന്നത് എത്രയോ വലിയ കാര്യമാണ്. അവൻ നൽകിയ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് അവൻ നൽകിയ എല്ലാവിധമായ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ചില പാട്ടുകളെ പാടി കർത്താവ് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. വഴിയോടുന്നു അവനെന്നെ രക്ഷിക്കും നിത്യം നടത്തിയിടുന്നു. അവനെന്നെ ശ്വാസിക്കും അവനെന്നെ രക്ഷിക്കും തൻ കൂടിക്കീഴെന്നെ നിത്യം നടത്തിയിടുന്നു. യേശുവിൻ നാമം യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ഞാനും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമന്നേശുവിൻ നാമം എനിക്ക് ആനന്ദം. ഞാനും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്ക് ആനന്ദം. സമാധാനമില്ലാതെ ഞാനാരെയും യേശു സമാധാനമാ എന്റെ അരികിൽ വന്നു. യേശു സമാധാനമാ എന്റെ അരികിൽ വന്നു. അവനെന്നെ അടച്ചു അവനെന്നെ താങ്ങിതൻ ജവേലെത്താൻ എന്നെ നടത്തുവാൻ
അവനെന്നെ അടച്ചു, അവനെന്നെ പൂജവനെന്താം എന്നെ നടത്തുന്നവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയം. ഞാനും സ്തുതിക്കും, ഞാനും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കിത്രയാനന്ദം. ഞാനും സ്തുതിക്കും, ഞാനും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കിത്രയാനന്ദം. ആദിയായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ വെച്ചു. യേശു ക്രൂശിലേറി തന്റെ ജീവൻ വെച്ചു. യേശുരത്ര നല്ലവൻ, യേശുരത്ര വല്ലവൻ, അതിനായിരത്തിനാതിശ്രേഷ്ഠനവൻ. യേശുരത്ര നല്ലവൻ, യേശുരത്ര വല്ലവൻ, അതിനായിരത്തിനാതിശ്രേഷ്ഠനവൻ. യേശുനാമം, യേശുനാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാൻ സ്തുതിക്കും, ഞാൻ വാഴ്ത്തുവൻ യേശുവിൻ നാമം എനിക്കിത്രയാനന്ദം. ഞാൻ സ്തുതിക്കും, ഞാൻ വാഴ്ത്തും യേശുവിൻ നാമം എനിക്കിത്രയാനന്ദം. ഞാനും സ്തുതിക്കും, ഞാനും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കിത്രയാനന്ദം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ നല്ല കർത്താവിനെ നമുക്കൊന്നുകൂടെ ആമേൻ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയില് അല്പസമയം ദൈവത്തിനെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആമേൻ കർത്താവ് നമുക്ക് ആലിടയാക്കിയല്ലോ. സ്തോത്രം. അതിനായി ആമേൻ പ്രിയ ഫ്രെഡി ബ്രദറിനെ കർത്താവ് സഹായിച്ചു. ആമേൻ വളരെ സന്തോഷം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ആമേൻ കർത്താവിനായി ആമേൻ പാടി ആമേൻ ദൈവത്തെ ആരാധിപ്പാൻ ആമേൻ കർത്താവ് ഇടയാക്കട്ടെ. കടന്നു വന്ന ദൈവമക്കൾക്കെല്ലാം അത് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഇടയാക്കല്ലോ. ദൈവത്തിന്റെ നാമഹത്വം എടുക്കട്ടെ. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥനയോടെ ദിവസമായിരിക്കാം. ഹല്ലേലൂയ. തുടർന്ന് നമ്മുടെ വിഷയങ്ങളുമായി ദിവസനിലെ പ്രാർത്ഥിപ്പാൻ ആമേൻ ഉള്ള സമയമാണ്. സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. നന്ദിയോടെ സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ആമേൻ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, രണ്ടുപേരെ ഐക്യമെത്തിപ്പെട്ട് ഭൂമിയിൽ നിന്ന് എന്ത് യാചിച്ചാലും പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ട നൽകാമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് വ്യക്തമായി അറിയിക്കുന്നതുകൊണ്ട് കടന്നു വന്ന ദൈവമക്കളെല്ലാം ഐക്യതയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഇടയിൽ വെളിപ്പെടുവാൻ ഇടയാകുന്നത്. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഏറെ ഫലിച്ചു എന്ന് ദൈവത്തിന്റെ വചനമുണ്ട്. സ്തോത്ര. ദൈവമക്കളെ, വചനമൊക്കെ നമ്മൾ ദൈവസ്ഥനില് ആമേൻ വളരെ നമ്മൾ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും ചിന്തിച്ചിട്ടും നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവത്തിന്റെ വചനമാണ്. ആ ഹൃദയത്തിലുള്ള ദൈവത്തിന്റെ വചനം നമ്മൾ ദൈവസ്ഥനെ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പിന്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ആമേൻ ഏകാഗ്ര ഹൃദയത്തോടെ ഇരുന്ന് ഈ വചനങ്ങളെ ഒക്കെ നാം ചിന്തിച്ചുകൊണ്ട് ദൈവസ്ഥനെ പ്രാർത്ഥിക്കണം. നന്ദിയോടെ സ്തോത്രം. തുടർന്ന് അതിനുള്ള സമയമാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കും നമ്മുടെ ചാപ്റ്ററിന്റെ പ്രയർ കോർഡിനേറ്റർ ആയിട്ടിരിക്കുന്ന പ്രിയ ഹല്ലേലൂയ കുഞ്ഞമ്മ ആന്റിയാണ്. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള സമയം ഹല്ലേലൂയ പ്രിയ ആന്റി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കും. ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ദേവദാസന്മാർ, സഹോദരിമാർ, മറ്റെല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം കുവൈറ്റ് ചാപ്റ്റർ
പ്രാർത്ഥനാധ്വനിയിൽ പ്രകാരം നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയ അവസരം കൂടി ദൈവം നമുക്ക് ദാനം തന്നതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ എല്ലാ വൻകൃപകൾക്കായും അവന്റെ വലിയ ഉപകാരങ്ങൾക്കായും ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അനേക വിഷയങ്ങള് നമ്മള് ഹല്ലേലൂയ ഈ നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. നമുക്ക് വീണ്ടും ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ പറയുന്ന പോലെ 2-3 കർത്താവിന്റെ നാമത്തിൽ കടന്നു വരുന്നിടത്ത് കർത്താവ് ഉണ്ടെന്ന് വാക്ക് പറഞ്ഞ നാഥൻ ഇന്ന് നമ്മുടെ മധ്യം ഉണ്ടായിരിക്കുന്നതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അത് നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടല്ലോ. നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കേണ്ട അനേക വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ചില വിഷയങ്ങളെങ്കിലും നമുക്ക് ഇന്ന് രാത്രികാലം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് ശ്രദ്ധ വെച്ച് ദൈവത്തിന്റെ വലിയ മറുപടികൾ നമുക്ക് കാണുവാൻ ദൈവം ഒരു ദിവസങ്ങൾ ഇടയാക്കാൻ പോകുന്നതിനായിട്ട് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് പ്രത്യേകമായിട്ട് ലോകരാജ്യങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും വല്ലാത്ത ഒരു ഭീതിയിലായിരിക്കുന്ന അവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മൾ തല ഉയർത്തേണ്ടിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം പോലെ നിലവിളിക്കാന്നാ നിലവിളിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യ നാളുകളിൽ കർത്താവിന്റെ വചനം നിറവേറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഏത് കോണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. നമുക്ക് ഇന്ന് രാത്രികാലം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നമ്മൾ വിശ്വസ്തരായിക്കൊണ്ട് ആയിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. 7 ഭൂഖണ്ഡങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ത്യ മഹാരാജ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രാർത്ഥനാധ്വനിയുടെ ഈ കൂട്ടായ്മ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവമക്കളുടെ പ്രത്യേകമായ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. അത് വലിയൊരു പ്രാർത്ഥനാ ചങ്ങലയായി മാറേണ്ടതിന് അനേകരെ കർത്താവിന്റെ നാമത്തിൽ ദൈവത്തെ അറിയുവാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാന്റെയും ഇടയാക്കണേന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമുക്ക് വളരെ ദുഃഖത്തോടെ ആയിരിക്കുന്ന നമ്മുടെ പല വിഷയങ്ങൾ കേൾക്കുമ്പോൾ വളരെ സങ്കടത്തിന്റെ അവസ്ഥയിലൂടെ നമ്മുടെ നാട് കഴിഞ്ഞ ദിവസങ്ങൾ കടന്നു പോകാനിടയായി. പ്രത്യേകിച്ച് കുവൈറ്റിലും വളരെ സങ്കടത്തിൻ്റെതായ അവസ്ഥകൾ നമുക്ക് കടന്നു വന്നു. നമ്മുടെ പ്രിയപ്പെട്ട അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമുക്ക് വീണ്ടും അവരുടെ പ്രിയ കുടുംബങ്ങളെ ഓർത്തും അവരുടെ വീണ്ടും ഹോസ്പിറ്റലിലും പലരും ആയിരിക്കുന്ന ട്രീറ്റ്മെന്റ് മുഖത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ വയനാടിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ അനേക പ്രിയപ്പെട്ടവരുടെ ഹല്ലേലൂയ അനേക കുഞ്ഞുങ്ങള് അനേക മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കന്മാരുണ്ട്. അങ്ങനെ വളരെ വേദനയുടെ മുഖത്തായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് രാത്രികാലം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മുടെ സുവിശേഷ വേലക്കാരെ ഓർത്ത് പ്രത്യേക പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ കർത്താവിന് വേണ്ടി പിന്നെയും അനേകരെ നേടുവാൻ ദൈവം വിശ്വാസത്തോടെ നിലനിൽക്കേണ്ടതിന് കർത്താവിന് വേണ്ടി ആദ്യം വരെയും ശക്തിയോടെ നിലകൊള്ളുവാൻ ദൈവദാസന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് ഇന്ന് രാത്രികാലം പ്രിയ ഷെറിൻ സിസ്റ്റർ പ്രാർത്ഥിക്കാമോ? ഓക്കെ. ആമേ. സ്തോത്രം, 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 സ്തോത്രം. വാഗ്ദത്ത വിശ്വസ്തനായ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയം ഒരു പ്രാവശ്യം കൂടെ അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് അപ്പച്ചന്റെ പാതപീഠത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചതിനാലും ദൈവം അനുഭവിച്ചുകൊണ്ടും കർത്താവെ പ്രാർത്ഥനാധന്യയുടെ മീറ്റിങ്ങുകളിൽ കൂടെ കർത്താവെ ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ അവിടുന്ന് ഭാഗ്യം തന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം കർത്താവ് സഹായിച്ചു. അപ്പ ദൈവമേ, പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ഒക്കെ കൃപ നൽകിയല്ലോ കർത്താവെ. വിശേഷിച്ച് കർത്താവെ പ്രാർത്ഥനാധന്യയുടെ ഡയറക്ടറായിരിക്കുന്ന കർത്താവിന്റെ അഭിഷക്തദാസൻ പാസ്റ്റർ കർത്താവെ ബെൻസൻ ദാനിയേൽ അവർക്കായി സ്തോത്രം. തന്റെ ദാസൻ കുടുംബം ശുശ്രൂഷ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുവൈറ്റിന്റെ പ്രാർത്ഥനാധ്വനിയുടെ അപ്പാദമേ സ്തോത്രം ഹല്ലേലൂയ ഉത്തരവാദിത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബ്ലസൻ ദാനിയേൽ അവരുകളെയും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജീവ റീസ് അവരുകളെയും ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ അപ്പാദമേ സ്തോത്രം. ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന എല്ലാവരെയും അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പൽക്കാലം കർത്താവെ വർഷിപ്പ് ലീഡ് ചെയ്യാൻ പ്രിയ കർത്താവെ ഫ്രെഡി സഹോദരനെ ഇവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇപ്പോൾ ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ അഭിഷക്തദാസി കർത്താവെ കുഞ്ഞുമോള് ചേച്ചി അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. തന്റെ ദാസി പറഞ്ഞ വിഷയത്തെ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, ലോക രാജ്യങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. 253 രാജ്യങ്ങളുമുള്ള
എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും അപ്പന്റെ സന്നിധി മുദ്രയിട്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവര് നിമിത്തം കർത്താവേ സ്തോത്രം ആ രാജ്യങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളും ദുഃസ്ഥിതികളും ഒക്കെ കേൾക്കുമ്പോൾ കർത്താവേ സ്തോത്രം ചഞ്ചലപ്പെടാതെ കർത്താവേ സ്തോത്രം അവിടുന്ന് ഹല്ലേലൂയ പ്രാർത്ഥന മതിൽ ഹല്ലേലൂയ ഓരോരുത്തരും കെട്ടുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചന്റെ വലിയ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും കർത്താവെ ഭയരഹിതരായി തീരുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും കർത്താവെ സമാധാനം അവിടുന്ന് അയക്കണം. യുദ്ധങ്ങളെ നിർത്തല് ചെയ്യുവാൻ അങ്ങേക്ക് കഴിവുണ്ടല്ലോ കർത്താവെ സ്തോത്രം. അവിടെ എല്ലാം അപ്പന്റെ വലിയ പ്രവൃത്തി കാണുക കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ അതേമേ സ്തോത്രം. ഞങ്ങളെ രാജ്യങ്ങളുടെ എല്ലാം പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ 253 രാജ്യങ്ങളുമുള്ള എല്ലാവരെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെ എല്ലാം സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ അവിടുന്ന് ഇടയാക്കണം. അതോടൊപ്പം തന്നെ കർത്താവെ ദൈവമക്കൾക്കോ ദൈവദാസന്മാർക്കോ ഒന്നും കർത്താവെ സ്തോത്രം അവരുടെ ഹല്ലേലൂയ ദൈവമേ സുവിശേഷീകരണത്തിന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കർത്താവെ സുവിശേഷ വേല ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ സ്തോത്രം അവിടുന്ന് ഹല്ലേലൂയ പ്രാർത്ഥനാ കരങ്ങളിൽ വഹിക്കുന്ന എല്ലാ സുവിശേഷ വേലക്കാരെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാം ഉചിതമായും ക്രമമായും ചെയ്യുവാനുള്ള ഗൈഡൻസ് ഓരോരുത്തരുടെ മേലും പകരണം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത് കർത്താവെ കൂടുതൽ ജാഗ്രതയോടെ കർത്താവിന് വേണ്ടി ഒരുക്കമുള്ളവരായി തീരുവാൻ എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെ ദൈവസഭയും അവിടുന്ന് ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഞങ്ങൾ കർത്താവെ സ്തോത്രം ഇന്ത്യക്കായി സ്തോത്രം ചെയ്യുന്ന 29 സംസ്ഥാനങ്ങളെ മേൽപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം അവിടുന്ന് കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ 14 ജില്ലകളെ മേൽപ്പിക്കുന്നു. വിശേഷിച്ച് വയനാടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു കർത്താവെ. അപ്പൊ ദൈവമേ അവിടെ എല്ലാം കർത്താവെ വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയാക്കണം. അനേകര് കർത്താവെ സ്തോത്രം മാറ്റപ്പെട്ട് ഭൂമിയിൽ നിന്ന് അനേകര് ശേഷിച്ചിരിക്കുന്ന കർത്താവെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണം. രോഗത്താൽ ആയിരിക്കുന്നവരെ കർത്താവ് സൗഖ്യവും വിടുതലും കൊടുക്കണം. അവിടെ അപ്പാദേമേ രക്ഷാപ്രവർത്തകരൊക്കെ ഉണ്ട് കർത്താവെ. അവരെല്ലാം കർത്താവെ എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ചെയ്ത് കർത്താവെ സ്തോത്രം ഹല്ലേലൂയ ദൈവമേ അവിടുന്ന് അനേകരെ വീണ്ടെടുപ്പാൻ അവിടുന്ന് ഇടയാക്കണം. അപ്പന്റെ നാമത്തിൽ എല്ലാ കാര്യങ്ങളും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവർക്ക് അർഹതപ്പെട്ട എല്ലാ നന്മകളും അതാത് സമയം എത്തുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം അവിടുന്ന് ഹല്ലേലൂയ ദൈവമേ കണ്ടിട്ടേണ്ട ബോഡികളൊക്കെ തക്ക സമയത്ത് കിട്ടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. അപ്പൊ അതേമേ സ്തോത്രം അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന അവർക്കെല്ലാം അനുഗ്രഹമായി കോട്ടയായി ആശ്വാസമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണം കർത്താവെ. അതോടൊപ്പം തന്നെ ദൈവമേ അവിടെയുള്ള ദൈവജനത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ വരവിനായിട്ട് കൂടുതൽ അപ്പൊ ദൈവമേ ഒരുങ്ങുവാൻ അവരെ തന്നെ മുഖാന്തരം ഒരുക്കി കർത്താവെ സ്തോത്രം മറ്റുള്ളവരെ അതിനായിട്ട് ഒരുക്കുവാൻ ഇത് മുഖാന്തരം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വന്ന് പാർക്കുന്ന കുവൈറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് കർത്താവെ ഞങ്ങളെ അപ്പൊ അതേമേ ഉയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെയും കർത്താവെ അനേക അനർത്ഥങ്ങൾ ഉണ്ടായി എങ്കിലും ഇതുവരെയും അപ്പൊ അതേമേ സ്തോത്രം അവിടുന്ന് ഓരോരുത്തരെയും കർത്താവെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ നിലനിർത്തിയ വലിയ സ്നേഹത്തിനായ സ്തോത്രം. ഇവിടെയും ദുഃഖത്തിലായിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്, അവരെല്ലാം ആശ്വസിപ്പിക്കണം. വിശേഷിച്ച് കർത്താവെ ദൈവമേ സ്തോത്രം ആരാധനാലയങ്ങൾ അടയപ്പെട്ടിരിക്കുന്നു കർത്താവെ. എല്ലാ സൂമിൽ കൂടെ ഒക്കെയുള്ള മീറ്റിങ്ങുകളാണ് കർത്താവെ സ്തോത്രം. ചിലയിടത്തൊക്കെ മാത്രം കർത്താവെ അപ്പൊ ആ മീറ്റിങ്ങുകൾ നടക്കുന്നു. എല്ലാ ദിവസവും ക്രമം കർത്താവെ അല്ലെങ്കിൽ പഴയതുപോലെ കർത്താവെ സ്തോത്രം പുനരാരംഭിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ സ്തോത്രം ദൈവമേ സ്തോത്രം ഞങ്ങൾ വന്ന് പാർക്കുന്ന എല്ലാ ജനത്തിന്റെ മേലും അപ്പച്ചന്റെ കരുതല് കർത്താവെ ദൈവിക സുരക്ഷിതത്വം ഒക്കെ അനുഭവിച്ചറിഞ്ഞ് കർത്താവെ ഞങ്ങളെ തന്നെ നിത്യതയ്ക്ക് ഒരുക്കി മറ്റുള്ളവരെ നിത്യതയ്ക്ക് ഒരുക്കുക കർത്താവ് സഹായിക്കണം. ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു പ്രാർത്ഥന അവിടുന്ന് കേട്ടോണ്ട് സ്തോത്രം. ചോദിച്ചാൽ അതും കൊണ്ട് നിറയ്ക്കണം. സകലം ജീവിച്ചു പൊന്നേശും തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്. താങ്ക് യു ഷെറിൻ സിസ്റ്റർ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായിട്ട് ദൈവത്തെ നന്ദി പറഞ്ഞ് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും സഞ്ജു ബ്രദർ പ്രാർത്ഥിക്കുമല്ലോ ഞാൻ പറയുന്ന വിഷയങ്ങളെ ഓർത്ത്. പ്രത്യേകിച്ച് നമുക്ക് ബംഗ്ലാദേശിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ ആ ദേശം കടന്നു പോകുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഒരു അയൽരാജ്യമാണല്ലോ ആ ദേശം. അതിന്റെ കൂടെ പല സിസ്റ്റേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. പല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന അനേക കുഞ്ഞുങ്ങളെ ഓൺ ദി സ്പോട്ടിൽ വന്ന ഗവൺമെന്റ് പോലീസുകാർ വന്ന് വെടിവെക്കുന്നതായിട്ടുള്ള അവസ്ഥ, അനേക കുഞ്ഞുങ്ങളെ ആംബിറ്റേറ്റ് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുവാൻ ഗുണം ഇടയായി. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ആ ദേശം കടന്നു പോകുന്നത്. ഗവൺമെന്റ് അസ്ഥിരമായിരിക്കുന്നു.
നമുക്ക് ആ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നല്ലോ. പിന്നെയും UK ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെയും വളരെ അക്രമാസക്തമായ പ്രവൃത്തികളൊക്കെ നടക്കുന്നെന്ന് അറിയാനൊക്കെ ഇടയായി. ആ ദേശത്തെ ഓർത്തും പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. GCC കൺട്രികളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുവൈറ്റിനെ ഓർത്ത് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ നിയമങ്ങളൊന്നും പ്രവാസികൾക്കെതിരായി തീരുവാൻ ദൈവം അനുവദിക്കാതിരിക്കേണ്ടതിന് നമുക്ക് വീണ്ടും പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടല്ലോ. വിഷയങ്ങളെല്ലാം പ്രത്യേകിച്ച് സഞ്ജു ബ്രദർ പ്രാർത്ഥിക്കാമോ? ഞാൻ ബംഗ്ലാദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാത്രമേ കേട്ടുള്ളൂ. നെറ്റിന്റെ ആണോ എന്നൊരു പ്രയാസം, ഭയങ്കര ഡിസ്റ്റർബ്. ഇപ്പൊ കേൾക്കാമോ? വിട്ടാ കേൾക്കുന്നത്. എനിക്കും വിട്ടുകിട്ട ഒരു ഐഡിയ വെച്ചാ പ്രാർത്ഥിച്ചേ. എന്താ ചെയ്യാ? കേൾക്കാം. UK ബംഗ്ലാദേശ് UK കുവൈറ്റിലെ പ്രവാസികൾക്കെതിരായിട്ട് പല നിയമങ്ങളൊക്കെ കടന്നു വരുന്നു. ദൈവം നമ്മളെല്ലാം അത്ഭുതകരമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ആർക്കും ഒരു ദോഷവും തട്ടാതോണം, ദേശത്തെ റൂൾസ് ഒന്നും നമുക്ക് എതിരായി തീരാതോണം ദൈവം സൂക്ഷിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. കേൾക്കാമോ? സഞ്ജു ബ്രദറിന്റെ നെറ്റിന്റെ പ്രശ്നമാണ്. സഞ്ജു ബ്രദർ, ഞാൻ പ്രാർത്ഥിക്കാനേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധാനത്തിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയപ്പെട്ട പ്രാർത്ഥന വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേൾക്കുന്നവനായുടെ വേസ്തകല ജഡവുന്നിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബംഗ്ലാദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തോട് ദൈവം മനസ്സലിയണമേ. ആ ദേശത്തോട് ദൈവം കരുണ കാണിക്കണമേ. എന്റെ ദൈവമേ, പെട്ടെന്ന് തന്നെ ഒരു ദൈവ പ്രവൃത്തിയോട് വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവ്, ലോകം മുഴുവനും ഭയത്തോടെ ആയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണല്ലോ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഇതിന്റെ മധ്യത്തിൽ പ്രവർത്തിപ്പാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എത്രയും പെട്ടെന്ന് തന്നെ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ദൈവമേ എല്ലാം ശാന്തമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അക്രമങ്ങൾ പെരുകയാണല്ലോ. അനേകരെ കർത്താവെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന വാർത്തകളൊക്കെയാണല്ലോ ഞങ്ങൾ കേൾക്കുന്നത്. ദൈവീയ സമാധാനം ആ ദേശത്തിന്മേ ദൈവം അയക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുവൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തോട് ദൈവം മനസ്സലിയണമേ, കരുണ കാണിക്കണമേ. എത്രയും പെട്ടെന്ന് കർത്താവെ സ്വാതന്ത്ര്യമായ ദൈവത്തെ ആരാധിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും കർത്താവ് ചെയ്യണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഈ പറയപ്പെട്ട എല്ലാ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും എന്റെ കർത്താവിന്റെ പൊന്നുകര ദൈവം നീട്ടണമേ. പ്രാർത്ഥന കേട്ട സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇനി പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടോ പാസ്റ്ററെ? ഉണ്ട്. 5 മിനിറ്റ്. 5 മിനിറ്റോടുണ്ട്. പ്രാർത്ഥിച്ചു. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹമേറിയ കർത്താവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ കടന്നു വന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനും പാടുവാനും അങ്ങേ ആരാധിപ്പാനും കർത്താവേ ദൈവമേ അവിടുന്ന് അവസരം നൽകി തന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രികാലം വീണ്ടും ഞങ്ങൾ അങ്ങയുടെ പാതപീഠത്തിൽ ഞങ്ങളുടെ വിഷയങ്ങളുമായിട്ട് അടുത്തു വരുമ്പോൾ അപ്പാ പിതാവേ, ഹല്ലേലൂയ എന്ന് വിളിച്ചപേക്ഷ ഉത്തരം ദൈവം ജീവിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, സ്തോത്രം സ്തോത്രം. കർത്താവേ, ഇന്ന് മീറ്റിംഗിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ശ്രേഷ്ഠ ദേവദാസന്മാരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബെൻസൺ ഡാനിയൽ പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ ദാസനെ ദൈവമേ ദിവസങ്ങളിൽ കർത്താവെ അശക്തമായി നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. പിന്നെയും കർത്താവെ അനേകരുടെ വിടുതലിന് കർത്താവെ ഹലേദാസൻ കർത്താവെ കുടുംബമായി നീ പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്ത്യകാലത്തെ ശുശ്രൂഷ കർത്താവെ ദാസന്റെ മേല കർത്താവെ നീ അയച്ചിരിക്കും. കർത്താവെ നീ കൊടുത്തിരിക്കുന്നതിനായ സ്തോത്രം. കർത്താവെ, ശക്തിയോടെ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ,
ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യയുള്ള എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദാസന്മാരെ അതിശക്തമായ നാളുകൾ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് കർത്താവേ ഹല്ലേലൂയ ആശ്വാസമായി തീരുവാൻ അവിടെ ശുശ്രൂഷകൾ കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പാ സ്തോത്രം 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 സ്തോത്രം. നിന്റെ സന്നയില് കർത്താവേ ഹല്ലേലൂയ മധ്യസ്ഥ അണയ്ക്കുന്ന ആരെ നീ കൈവിടുന്ന ദൈവമല്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ. അപ്പാ സ്തോത്രം. ഈ പ്രാർത്ഥനാധ്വനി മൂലം കർത്താവേ അനേകരെ കർത്താവെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാന്റെ ഗുണം എന്റെ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പാ സ്തോത്രം കർത്താവേ. അനേക കർത്താവേ സമയം ഞങ്ങള് കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. ദൈവമേ കേരളത്തിലെ കർത്താവേ അനേക കുഞ്ഞുങ്ങള് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി തീർന്നുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ. ദേശത്തെ നിന്ന് വിടുവിക്കുമാറാകണമേ കർത്താവേ. ദേശത്തോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിനെ അറിയുവാൻ കർത്താവേ ഹല്ലേലൂയ കർത്താവേ വിനമോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോകാൻ ഇടയാകാതോണം കർത്താവെ വാസ്തവമായിട്ട് യേശു കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റുപറയുവാൻ ഹൃദയം കൊണ്ട് വിശ്വസിപ്പാൻ തക്കണം അനേക കുഞ്ഞുങ്ങളെ കർത്താവേ ഞങ്ങൾ ഹല്ലേലൂയ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം 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 കർത്താവേ. രോഗികളായിട്ട് കർത്താവേ ഹോസ്പിറ്റലിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പല വിഷയങ്ങളുടെ മേൽ കർത്താവേ ഭാരത്തിലായിരിക്കുന്ന ജനങ്ങളെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദേശത്ത് അനർത്ഥങ്ങൾ വരാതോണം കർത്താവേ അവിടുന്ന് ജീവിതങ്ങളെ വേലികെട്ടി സൂക്ഷിക്കുമാറാകണമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അനർത്ഥ വസ്ത്രമാണ് ദൈവം ാകണമേ കർത്താവേ. ഞങ്ങള് ഹല്ലേലൂയ ഞങ്ങളായിരിക്കുന്ന ദേശത്തെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ ഹല്ലേലൂയ ഓരോ ദിവസവും അനേക സ്ഥലങ്ങളിൽ തീ കത്തുന്ന ഒരു അവസ്ഥ കർത്താവേ ഉണ്ടായിരിക്കുന്നല്ലോ അപ്പാ. അതിൽ നിന്ന് കർത്താവേ ഒരു വലിയൊരു നീക്കുപോക്ക് കർത്താവ് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവത്തിന്റെ കരം കർത്താവേ ആ വിഷയത്തിന്റെ മേല് കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യാതൊരു കാരണവശാലും കർത്താവേ ജീവിതങ്ങൾക്ക് ഹല്ലേലൂയ പ്രയാസം ഉണ്ടാകുവാൻ എന്റെ ദൈവം ഇടയാക്കരുന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവമേ ചൂടൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയില് കർത്താവിന്റെ കരം ഹല്ലേലൂയ ഹല്ലേലൂയ നീട്ടുമാറാകണമേ. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും കർത്താവെ വഴി നടത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവമേ നിന്റെ മക്കൾ ഓരോരുത്തരോടും കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു ബാധന്റെ കൂടാരത്തിൽ അടുക്കല ഒരു ദോഷം നിനക്ക് ഭവിക്കലെന്ന് അരുളി ചെയ്ത കർത്താവേ. ദൈവജനങ്ങളെ കർത്താവേ അത്ഭുതം അതിശയമായി സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടുത്തെ യാതൊരു നിയമങ്ങളും പ്രവാസികൾക്കെതിരായി തീരുവാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ജോലി കർത്താവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേകർ ദേശത്ത് കടന്നു വന്ന കർത്താവെ ആയിരിക്കുന്നവരുണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ട അത്ഭുത വഴികളെ കർത്താവ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ലപ്പ. ആ കർത്താവ് അടച്ചാൽ ആർക്കും തുറക്കുവാനും കഴിയത്തില്ലല്ലോ കർത്താവേ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാർലമെന്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവിക സമാധാന ദേശത്തുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. രാത്രികാലം ഞങ്ങൾ അല്പസമയം ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ അടുത്ത ദാസന്മാരിലൂടെ അടിങ്ങളോട് സംസാരിക്കണമേ. അടിങ്ങളുടെ ഹൃദയം കർത്താവെ ആശ്വാസം പ്രാപിപ്പാൻ കർത്താവെ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ കർത്താവെ വിശ്വാസം വർദ്ധിക്കുവാൻ കർത്താവിന്റെ വരവിന് വേണ്ടി കർത്താവെ പിന്നെ പ്രത്യാശയോടെ കാത്തിരിപ്പാൻ തക്കണം ഞങ്ങൾക്ക് വില കർത്താവ് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വീണ്ടും വിശുദ്ധ ജീവൻ നയിപ്പാൻ ഞങ്ങളെ ഓരോരുത്തർക്കും അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ യാചന കേട്ടനായ സ്തോത്രം യേശുവിന്റെ വിലയേറിയ നാമത്തിന് ആമേൻ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേട്ട് കർത്താവ് നമുക്ക് മറുപടി തന്നിരിക്കാൻ വിശ്വാസത്തോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. കർത്താവ് ആമേ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയില് ആമേ സ്തോത്രം. പ്രിയ ആന്റിക്ക് ആമേ സ്തോത്രം. പ്രാർത്ഥന ആമേ ലീഡിയുവാനും ആമേൻ ദൈവമക്കൾക്ക് കടന്നു വന്ന് ആമേ പ്രാർത്ഥിപ്പാനും ആമ ഒരുമിച്ച് ആമേ ദൈവത്തെ സ്തുതിപ്പാൻ തന്ന കൃപയ്ക്കായി വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ധാരാളമായി. ആമേ പ്രിയ ആന്റി ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേ നന്ദിയോടെ സ്തോത്രം. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. ആമേ നമ്മൾ അല്പം ചുരുങ്ങിയ സമയമാണ് നമ്മൾ ദൈവസന്നിധി ചെലവഴിക്കുന്നത്. ആ ചുരുങ്ങിയ സമയം നമ്മളെ അറിയപ്പെടുന്ന വിഷയങ്ങളെയൊക്കെ എടുത്ത് നമ്മൾ പ്രാർത്ഥിപ്പാനിടയായി. എന്നാൽ ആമേൻ അതിലുപരിയായിട്ടുള്ള അനവധി വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനായിട്ടുണ്ട്. ആമേൻ നന്ദിയോടെ സ്തോത്രം. എന്നാൽ നമ്മളെല്ലാവരും ആമേ മറ്റുള്ള സമയങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ. അപ്പോൾ ആമേ നമ്മുടെ പ്രാർത്ഥനാ സമയം ആമേ വിഷയങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് നമുക്ക് നമ്മുടെ
ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമാണ്. ആമേ പ്രവർത്തനങ്ങൾക്കൊക്കെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗമിടയാക്കും. പ്രാർത്ഥനാധുനിയുടെ പ്രവർത്തനങ്ങളെ, പ്രാർത്ഥനാധുനിയിൽ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ ആമയൊക്കെ ഓർത്ത് വീണ്ടും ദൈവമക്കളെ ശക്തമായി പ്രാർത്ഥിക്കുക. ഈ നാളുകളിൽ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. അതാണ് ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുമാത്രമാണ്. സ്തോത്രം. ആമീൻ. സന്ധ്യയെങ്കില് ആമീൻ ഹല്ലേലൂയ കർത്താവിന്റെ ദാസന് റിനൂറീസ് പാസ്റ്ററാണ് ദൈവത്തിന്റെ വചനം സംസാരിക്കേണ്ടതിരുന്നത്. എന്നാൽ കർത്താവിന് ദാസൻ അല്പം മുമ്പേ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ എന്നോട് വിളിച്ചറിയിച്ചു അല്പം അത്യാവശ്യമായിട്ട് വളരെ അത്യാവശ്യമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്ന് അറിയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതുണ്ട് തുറന്നുള്ള സമയം ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുക. അതിനുശേഷം നമ്മുടെ നടുവിലെ കർത്താവിന്റെ ഹല്ലേലൂയ ദാസൻ ബെർസൻ ബാസ് നമ്മുടെ നടുവിലുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കണം. ലോകത്തിന്റെ സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന ഒന്നു മാത്രമാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. നാം കേട്ടിട്ടില്ലാത്തതും നാം കണ്ടിട്ടില്ലാത്തതുമായ സംഭവങ്ങൾ നമ്മുടെ കണ്ണു മുമ്പിലും നമ്മുടെ കാതുകളിൽ നാം കേൾക്കുമ്പോൾ നാം ഒന്ന് മാത്രം ദൈവത്തിനെ ചിന്തിക്കുക, നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് അടുത്തിരിക്കുന്നു. സ്തോത്രം. പ്രത്യാശയോടെ ധൈര്യത്തോടെ ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവസ്ഥനിലായിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. സ്തോത്ര. ഹല്ലേലൂയ. എല്ലാവരും വളരെ സന്തോഷത്തോടെ ആയിരിക്കും. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചപ്പോ അനേക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ലോകത്തെങ്ങും സമാധാനമില്ല. അസമാധാനമാണ് ലോകം മുഴുവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന. സ്തോത്രം. ഒരു നേതാക്കന്മാർക്കും ഒരു രാജ്യത്തിനും നിയന്ത്രിക്കുവാൻ കഴിയാത്തവണ്ണം വിവിധമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവത്തിന്റെ വചനം നിറവേറുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ജനം, ദൈവസ്ഥനിലായിരിക്കുന്ന ദൈവമക്കൾ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസ്ഥനിലായിരിക്കുന്ന സന്ധ്യയെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനിടയായത് ദൈവത്തിന്റെ കൃപയാണ്, കരുണയാണ്. നമ്മുടെ കഴിവോ മിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ല, ദൈവത്തിന്റെ കരുണ മാത്രമാണ്. പുകഴാൻ ഒന്നുമില്ല ദൈവമക്കളെ. വളരെ താഴ്മയോടെ ഇന്ന് സന്ധ്യയിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥനിലായിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഞാൻ ഇവിടെ വായിക്കുന്നു. എഫേഷ്യൻസ് ചാപ്റ്റർ 5:9. ഹല്ലേലൂയ. സ്തോത്രം. വായിക്കാം. ആരെങ്കിലും ഒരാൾക്ക് വായിക്കാം. സ്തോത്രം. എടുത്തുവെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. എഫേസ്യർ 5:9. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളി. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ തിരുവചനത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം അപ്പോസ്തലനായ പൗലോസിലൂടെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം ഇന്ന് സന്ധ്യയെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 3-ാം മിഷണറി യാത്രയിൽ അപ്പോസ്തലനായ പൗലോസിനാൽ സ്ഥാപിതമായ ഒരു സഭയായിരുന്നു എഫേസ്യ സഭ എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 2 വർഷത്തോളം ആ ദേശത്ത് താമസിച്ചപ്പോൾ ആ സഭയിൽ ഒരു ഉണർവ് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ദൈവസഭയ്ക്ക് ഒരു ഉണർവുണ്ടായപ്പോൾ ദൈവസഭയ്ക്കകത്ത് കൊടുക്കേണ്ട സഭയിൽ കടന്നു വരുന്ന ദൈവമക്കൾക്ക് എപ്രകാരം അവർ മുൻപോട്ട് പോകണമെന്നുള്ള വ്യക്തമായ ദൂത് സ്തോത്രം ദൈവത്തിന്റെ ആത്മാവിൽ ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസിന് അത് അറിയിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. ഇതൊരു കാരാഗ്രഹ ലേഖനമായിട്ടാണ് നമ്മള് മനസ്സിലാക്കുവാൻ പഠിക്കുവാൻ കഴിയുന്ന. സ്തോത്രം. അപ്പോൾ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ദാസന്മാർ എങ്ങനെയായിരുന്നു, എവിടൊക്കെ ആയിരുന്നു കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലും ദൈവം എടുത്ത് ഉപയോഗിച്ച സമയങ്ങളിലൊക്കെയും അവർ പീഡനങ്ങളുടെയും ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെ ഒക്കെ കടന്നു പോയപ്പോഴും അവർ അതിൽ തകർന്നു പോകാതെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഇരുന്ന ഇടങ്ങളില് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടപ്പോ അത് ലേഖനങ്ങളായി വെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കിയെങ്കിൽ ഇന്ന് രാത്രി അതേ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്ന ദൈവമക്കളോട് പറയുന്നു, നമ്മുടെ ഭാരങ്ങളുടെ നടുവിലും നമ്മുടെ വേദനകളുടെ നടുവിലും നാം എപ്രകാരമായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുമ്പോൾ ആ വചനപ്രകാരം ജീവിപ്പാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ എന്നുള്ള തുടങ്ങുകയാണ് ആ അധ്യായം നാം വായിക്കുമ്പോൾ ദൈവത്തെ അനുകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ
സ്നേഹത്തിൽ വളരേണ്ട ദൈവമക്കൾ അവർ എപ്രകാരമായിരിക്കണം, ഒരു ദൈവസഭയോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ എപ്രകാരമായിരിക്കണം, ദൈവത്തിലായിരിക്കണമെന്ന് ഈ അധ്യായങ്ങൾ നമ്മെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ വായിച്ചത് സ്തോത്രം, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് സ്തോത്രം. അപ്പോൾ ആ ഓരോ നിമിഷവും ദൈവത്തിന്റെ മക്കളായി നമ്മൾ എന്ത് പരിശോധിക്കണം? കർത്താവിന് പ്രസാദകരമായ കാര്യം എന്റെ ജീവിതത്തിൽ നടക്കുന്നോ എന്ന് ഇന്ന് രാത്രി നാം പരിശോധിക്കും. ഇപ്പോൾ നാം ദൈവത്തിൽ ഒരുമിച്ച് കൂടി വരുമ്പോ നാം ഒന്ന് പരിശോധിക്കേണ്ട കാര്യം, കഴിഞ്ഞ പകൽ ഞാൻ കർത്താവിന് പ്രസാദകരമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു? കാരണം സ്തോത്രം, നാം പരിശോധിക്കേണ്ടവരാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് അത് നമ്മളോട് പറയുന്നത് ചോദിച്ചാൽ, മുൻപേ അതിന്റെ മുമ്പിലത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, മുമ്പേ നാം ഇരുളിലായിരുന്നു. സ്തോത്ര, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. സ്തോത്ര, ഹല്ലേലൂയ, ആമേൻ. മുമ്പേ നമ്മൾ ഇരുളായിരുന്നു, ഇരുട്ടിന്റെ പിടിയിൽ കിടന്ന നമ്മെ, ഇരുട്ടിന്റെ അന്ധകാരത്തിൽ കിടന്ന നമ്മെ ആരും നമ്മെ സഹായിപ്പാനില്ലായിരുന്നു. സ്തോത്രം, നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച് നമ്മെ തേടി വന്ന് നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ വെളിച്ചത്താക്കി, വെളിച്ചത്തിന്റെ മക്കളാക്കി തീർത്തെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് പ്രസാദകരമായത് എന്താ എന്ന് പരിശോധിക്കുവാൻ ദൈവത്തിന്റെ മക്കളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി പറയും. കാരണം നാം വെളിച്ചത്തിന്റെ മക്കളെ, ഇരുളിലായിരുന്നു, ഇരുട്ടിലായിരുന്നു. സ്തോത്രം. എന്നാൽ ഇപ്പോൾ നാം വെളിച്ചത്തിലാ. യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നമ്മെ ദൈവം നടത്തുമ്പോ ദൈവത്തിന് പ്രസാദകരമാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പരിശോധിക്കുന്നവരാ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലും പരിശോധന വളരെ വലിയൊരു കാര്യം തന്നെ. ജോലി സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ നാം പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ ഭവനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബന്ധത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരിശോധിപ്പാൻ ഇടയാകുന്നുണ്ട്. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായും നമ്മുടെ കുടുംബപരമായും നമ്മുടെ ആവശ്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലുള്ള ഒരു പരിശോധന. സ്തോത്രം. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം വെളിച്ചത്തിൽ വസിക്കുന്നവരായതുകൊണ്ട്, വെളിച്ചത്തിന്റെ മക്കളായതുകൊണ്ട് നാം പരിശോധിക്കേണ്ടത് ഒന്ന് മാത്രമാ, ദൈവത്തിന് പ്രസാദകരമായ കാര്യം ദൈവവചനപ്രകാരം നാം ചെയ്യുന്നുണ്ടോ, നമുക്ക് അത് അനുസരിപ്പാൻ കഴിയുന്നുണ്ടോ, അത് അനുകരിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രി നാം ഒന്ന് പരിശോധിക്കണം. പരിശോധിച്ച് സ്തോത്രം, പരിശോധിച്ച് വെളിച്ചത്തുള്ളവരായി നടക്കുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ലോകത്തിന്റെ സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ, ലോകത്തിന്റെ പല ഭാഗങ്ങൾ നാം എടുത്തു നോക്കുമ്പോൾ, ലോകം മുൻപോട്ട് പോകുന്ന അവസ്ഥ നാം ചിന്തിക്കുമ്പോൾ, പലരും ഇരുട്ടിലായിരിക്കുന്നു, പലരും ഇരുട്ടിന്റെ വഴിയിൽ നടക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവമക്കളെ വെളിച്ചത്തിൽ നടക്കുവാനുള്ള ഭാഗ്യം സ്വർഗം നമുക്ക് തന്നെങ്കിൽ നാം ഒന്ന് മാത്രം പരിശോധിക്കുക, എന്റെ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിപ്പാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രി ഒന്ന് നാം ഈ വചനപ്രകാരം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. സ്തോത്രം. എന്താണ് ദൈവത്തിന് പ്രസാദകരമായ കാര്യം? നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. 1 യോഹന്നാൻ നന്ദിയോടെ സ്തോത്രം 3-ാം അധ്യായം ഹല്ലേലൂയ, 1 John chapter 3 verse 9 and 10 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനുമല്ല. കേട്ടോ, ദൈവത്തിന് പ്രസാദകരമായ കാര്യം സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, വെളിച്ചത്തിലായിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. കേട്ടോ, ദൈവത്തിന് പ്രസാദകരമായ കാര്യം പാപം ചെയ്യാത്ത ഒരു ജീവിതം, പാപമില്ലാത്ത ഒരു ജീവിതം. നന്ദിയോടെ സ്തോത്രം. നീതി പ്രവർത്തിക്കാത്തവർ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. കണ്ടോ, അവിടെ 1-2 കാര്യങ്ങൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തിന് പ്രസാദകരമായ കാര്യം പാപം
ചെയ്യാത്ത ഒരു ജീവിതം. വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമക്കളെ, വെളിച്ചത്തിലായിരിക്കുന്ന ദൈവമക്കളെ, വെളിച്ചത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ പാപത്തിന്റെ ചിന്തകളിലോ പാപത്തിന്റെ വഴികളിലോ പോകരുത്. ആമേൻ, സ്തോത്രം. അത് ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യമാണ്. അത് നാം പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവമക്കളെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ആമേൻ, നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ, ആമേൻ, നീതി പ്രവർത്തിക്കാത്തവൻ ആരും, ആമേൻ, സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ദൈവമക്കളെ, ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് പ്രസാദപരമായ ഒരു ജീവിതം എന്ന് പറയുന്നത് നീതി പ്രവർത്തിക്കുക എന്നുള്ളതാണ്, സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആമേൻ, ഇത് നമ്മുടെ ജീവിതത്തില്ല എങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമല്ലാത്തൊരു കാര്യമാണ്. ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യം സഹോദരനെ സ്നേഹിക്കുക, നീതി പ്രവർത്തിക്കുക, പാപം ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആമേൻ നാം ദൈവസന്നിധി പരിശോധിക്കേണ്ടത്. ആമേൻ, ആമേൻ, ഒരു വെള്ളിയാഴ്ചയോ ഒരു ഞായറാഴ്ചയോ മാത്രം വന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ആമേൻ ജീവിതത്തിൽ ആമേൻ നമ്മൾ നിരന്തരമായി ദൈവത്തിന്റെ സന്നിധി വെളിച്ചത്തിൽ വസിക്കുമ്പോൾ, വെളിച്ചത്തിന്റെ മക്കളായി ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസന്നിധി മുൻപോട്ട് പോകുമ്പോ ദൈവസന്നിധി പരിശോധിക്കേണ്ട കാര്യം നാം പരിശോധിച്ച് ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടോ, ഈ വക കാര്യങ്ങളിൽ ആമേൻ ഞാൻ എപ്രകാരമാണ് എന്ന് ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്താൽ നമുക്ക് വെളിച്ചത്തിൽ വസിപ്പാനും വെളിച്ചത്തിൽ മുൻപോട്ട് പോകുവാനും, ഇരുട്ടു നമ്മെ മൂടാതെ അന്ധകാരം ലോകത്തെ മൂടിക്കൊണ്ടിരിക്കുമ്പോ, കൂരിരുട്ട് ജാതികളെ മൂടിക്കൊണ്ടിരിക്കുമ്പോ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നാം രക്ഷിക്കപ്പെട്ടവരും ആമേൻ സ്നാനപ്പെട്ടവരും ആമേൻ നമുക്ക് പാരമ്പര്യം ഒരുപാടുണ്ട് എന്ന് പറയുകയും അവകാശപ്പെടുകയും ചെയ്യുമ്പോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഒന്നേ പറയാനുള്ളൂ, വെളിച്ചത്തിൽ നാം മുമ്പോട്ട് പോകണമെങ്കിൽ പരിശോധിക്കേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ പരിശോധിച്ച് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിപ്പാൻ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകണം. എങ്കിൽ മാത്രമേ നമ്മൾ കർത്താവിനോടൊപ്പം ആമേൻ ചേരുവാൻ ഇടയാകത്തുള്ളൂ എന്ന് ഇന്ന് രാത്രി വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക. രാത്രി അതുകൊണ്ട് ആമേ സ്തോത്ര ദൈവമക്കളെ വചനത്തോട് ചേർന്ന് ആമേ വാക്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. 3 യോഹന്നാൻ 11 വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്. ആമേൻ, നന്ദിയോടെ സ്തോത്രം. ആമേൻ, പ്രിയനേ, ആമേൻ, 3 യോഹന്നാൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, 11 വാക്യം, 1-ാം അധ്യായം 11-ാം വാക്യം. പ്രിയനേ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. പ്രിയനെ, ആമേൻ, അവിടെ യോഹന്നാൻ പറയാ, പ്രിയനെ, ആമേൻ, പ്രിയ മക്കളെ സ്തോത്രം, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. കേട്ടോ, ആമേൻ, തിന്മ അനുകരിക്കുന്ന ദൈവത്തിന് പ്രസാദകരമല്ല. ആമേൻ, സ്തോത്രം. ആമേൻ, നന്മ അനുകരിക്കുക, നന്മ ചെയ്യുക, നന്മ പ്രവർത്തിക്കുക. ആമേൻ, സ്തോത്രം. ആമേൻ, കാരണം നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. ആമേൻ, സ്തോത്രം. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ആമേൻ, നന്മ ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന് പ്രസാദകരമായ കാര്യം. ആമേൻ, നമുക്ക് ഇന്ന് രാത്രി നാം വെളിച്ചത്തിൽ മുൻപോട്ട് പോകണമെങ്കിൽ, ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നാം മുൻപോട്ട് പോകണമെങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. ദൈവത്തിന് പ്രസാദകരമായ നന്മ നാം ദൈവ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ആമേൻ അനുദിന ജീവിതത്തിൽ ദൈവിക നന്മ പ്രാപിപ്പാൻ, അത് ചെയ്യുവാൻ, അത് പ്രവർത്തിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നുണ്ടോ? അത് ദൈവത്തിന് പ്രസാദകരമായ കാര്യമാണ്. ഇന്ന് രാത്രി നമ്മുടെ ആത്മീയ ജീവിതം അനുഗ്രഹമായി തീരണമെങ്കിൽ നാം ഇരുട്ടിന്റെ പിടിയിൽ അകപ്പെട്ടു ദൈവമക്കളെ, ലോകം വല്ലാത്ത ഒരു പോക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ധകാരം കൂരിരുട്ട് ജാതിയെയും ലോകത്തെയും മൂടിക്കൊണ്ടിരിക്കുമ്പോ, ഇന്ന് അനേക തലമുറകൾ ഇരുട്ടിന്റെ പിടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ തലമുറകൾ ഇതിനകത്തൊന്നും അകപ്പെട്ടു പോകാതെ ദൈവം നമ്മെ സൂക്ഷിക്കണമെങ്കിൽ നാം വെളിച്ചത്തിൽ വസിക്കുമ്പോ, വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു കുടുംബം, വെളിച്ചത്തിൽ വസിക്കുന്ന മാതാപിതാക്കൾ, വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമക്കൾ, വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, അവരുടെ ശുശ്രൂഷയിൽ, അവരുടെ ദൈവസഭയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. വെളിച്ചത്തിൽ വസിക്കണമെങ്കിൽ നാം പരിശോധിക്കേണ്ട കാര്യം, ദൈവത്തിന് പ്രസാദകരമായ കാര്യം പരിശോധിക്കേണ്ട സമയം പരിശോധിച്ച് തന്നെ മുൻപോട്ട് പോകണമെന്ന് പരിശുദ്ധാത്മാവ് പറയും.
സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ആമേൻ, നന്ദിയോടെ സ്തോത്രം. ആമേൻ, ഹാലേലൂയ, നന്ദിയോടെ സ്തോത്രം. നന്മ അനുകരിക്കുക, നന്മ ചെയ്യുക, നന്മ പ്രവർത്തിക്കുക, നന്മയുടെ സുവിശേഷം. ആമേൻ, നന്ദിയോടെ സ്തോത്രം. ആമേൻ, എഫേസ്യ ലേഖനം തന്നെ 6:14 ഞാൻ വായിക്കാം. അവിടെ പറയുന്നു, അരയ്ക്കു സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ കെടുക്കുവാൻ തക്ക വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. സ്തോത്രം. കണ്ടോ, ഇതൊക്കെ ദൈവവചനത്തിലുള്ള കാര്യങ്ങൾ, ദൈവത്തിന് പ്രസാദകരമായ കാര്യം. ദൈവമക്കളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ ഇന്ന് രാത്രി നടക്കുന്നു എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാരെയല്ല നാം പരിശോധിക്കേണ്ടത്. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ പരിശോധിച്ച്, ദൈവമേ, എനിക്ക് ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യം ചെയ്യുവാൻ, എന്റെ ദൈവത്തിന്റെ വചനപ്രകാരമുള്ള കാര്യങ്ങൾ, സ്തോത്രം, അരയ്ക്ക് സത്യം കെട്ടിക്കൊണ്ട് നീതി എന്ന കവചം ധരിച്ചുകൊണ്ട് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. ദൈവമക്കളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിന് പ്രസാദകരമായ കാര്യം. അങ്ങനെയെങ്കിൽ നമുക്ക് വെളിച്ചത്തിൽ വസിപ്പാൻ, വെളിച്ചമുള്ളവരായി ഈ ലോകത്തിന്റെ നടുവിൽ ദൈവമക്കൾ പണ്ട് കാലങ്ങളിൽ പറയും, ദൈവമക്കൾ അവർ പ്രാർത്ഥിക്കുന്ന അവിടെ ഒരു വെളിച്ചമുണ്ട്, ആ ഭവനത്തിനൊരു വെളിച്ചമുണ്ട്. ആ വ്യക്തിയെ നോക്കി നടന്നു പോകുമ്പോ ആ വ്യക്തിക്ക് ഞാൻ ഒരുപാട് പേരെ കേട്ടിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഈ നാളുകളിൽ നമുക്കത് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? പണ്ട് കാലങ്ങളിൽ പിതാക്കന്മാർ, ദൈവത്തിന്റെ ഭക്തന്മാർ റോഡിലൂടെ നടന്നു പോകുമ്പോ അവിടെ നിൽക്കുന്നവർ പറയും, സ്തോത്രം, കണ്ടോ, ആ മനുഷ്യനിൽ ഒരു വെളിച്ചമുണ്ട്, ആ ഭവനത്തിനൊരു വെളിച്ചമുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കളെ, ഈ നാളുകളിൽ നമ്മുടെ ഭവനത്തെ നോക്കിക്കൊണ്ട് ദൈവത്തെ അറിയാത്തവർ മറ്റുള്ളവർ പറയേണ്ടത്, ആ ഭവനത്തിനൊരു വെളിച്ചമുണ്ട്, ആ ഭവനത്തിലൊരു വെളിച്ചമുണ്ട്, ആ ദൈവസഭയ്ക്കകത്തൊരു വെളിച്ചമുണ്ട്, ആ ദൈവമക്കളുടെ ഇടയിൽ ഒരു വെളിച്ചമുണ്ടെന്ന് പറയുവാൻ ഇടയാകണമെങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. ദൈവത്തിന് പ്രസാദകരമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവസഭയ്ക്കകത്ത് വെളിച്ചമുണ്ട്, ദൈവ മക്കളുടെ കുടുംബങ്ങളിൽ വെളിച്ചമുണ്ട്. വെളിച്ചം നമ്മെ നയിപ്പാൻ ഇന്ന് രാത്രി ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതിനായി ഈ കേട്ട വചനത്തിന് ഇതോട് ബന്ധപ്പെട്ട് ചേർന്ന് മുമ്പോട്ട് വാക്യങ്ങളൊക്കെ വായിച്ച് ദൈവവചനം സംസാരിപ്പാനുണ്ട്. എന്നാൽ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ നിർത്തുക. അനുഗ്രഹിക്കപ്പെട്ട നില ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചു. ഇന്ന് സന്ധ്യയെങ്കിൽ വേണ്ട ആലോചന ദൈവം നമുക്ക് തന്നു. കടന്നു വന്ന് പ്രാർത്ഥിപ്പാനും പാടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം കൃപ തന്നു. ഇന്ന് സന്ധ്യ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഒരു നിമിഷം താഴ്ത്തി സമർപ്പിച്ച് നമ്മളോട് ഓരോരുത്തരോടും ദൈവാത്മാവ് സംസാരിച്ചു. എന്നോട് സംസാരിച്ചു, കടന്നു വന്ന ദൈവമക്കളോട് സംസാരിച്ചു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെട്ട ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തിനായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. തുടർന്നുള്ള അല്പസമയം കർത്താവിന് ദാസൻ നമ്മുടെ നടുവില് പ്രാർത്ഥന അതിനോട് ഡയറക്ടർ ആയിരിക്കുന്ന ബെൻസൺ പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. തുടർന്ന് അല്പ കാര്യങ്ങൾ സംസാരിച്ചതിനു ശേഷം പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അതിനുശേഷം എല്ലാവരും കടന്നു പോകാവൂ. ഹല്ലേലൂയ. സ്തോത്രം. സമയമുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്പസമയം ഹല്ലേലൂയ. തുടർന്നുള്ള അല്പസമയം കർത്താവിന് ദാസനെ അതിനായി ക്ഷണിച്ചുകൊണ്ട് ദൈവത്തിനെ ഞാൻ താണിരിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഗുജറാത്തിൽ നിന്ന് സ്നേഹവന്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിന് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസന് കുവൈറ്റ് ചാപ്റ്ററിന്റെ വൈസ് ചെയർമാൻ പാസ്റ്റർ സജി വർഗീസ് പാസ്റ്റർ, മറ്റെല്ലാ എക്സിക്യൂട്ടീവിനും പ്രാർത്ഥനാ സഹായികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. അവസാനമായി അങ്ങയുടെ വിലയേറെ ദാസനെ കൂടി അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ സന്ദേശം കേൾക്കുവാൻ ദൈവം സഹായിച്ചു. കർത്താവിന്റെ പ്രകാശമുള്ളവരായി എഴുന്നേറ്റ് പ്രകാശിക്കുക. അതിന്റെ പ്രകാശം വന്നും ഇരിക്കുന്നു. മങ്ങിയും മയങ്ങിയുമുള്ള അവസ്ഥകൾക്കൊരു മാറ്റം വന്ന് ഈ ദിവസത്തിന് കർത്താവിന് വേണ്ടി പ്രകാശം കൊടുക്കുവാൻ, കർത്താവിന്റെ മഹിമാണ്ട സാക്ഷികളായി ദൈവീയമായ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുവാൻ എന്റെ കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ എന്നെ സഹായിക്കണമേ. യേശു കർത്താവ് പറഞ്ഞതുപോലെ തളർന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. എന്റെ നാവ് സമർത്ഥനാവുന്ന ലേഖകന്റെ എഴുത്തുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കരയുവാൻ, അവരുടെ വേദനകളിൽ പങ്കാളികളാകുവാൻ, അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുവാൻ ഒക്കെ അരുമനാഥൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. കേട്ട പതിനെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനായിട്ട് നമ്മുടെ ദൈവത്തിനെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥന ധ്വനി 25ാമത്തെ വർഷത്തേക്ക് പ്രവേശിക്കുന്നു. ഇത്രത്തോളം ദൈവം നടത്തി,
ഇത്രത്തോളം ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. ഒന്നുമില്ലായ്മയെന്ന് ഉയർത്തിയ ദൈവത്തിന് സകലമാനവും മഹത്വം അർപ്പിക്കുന്നു. 2000 ഒക്ടോബർ മാസം 50 പേരിൽ തുടങ്ങിയതാകുന്ന ഒരു കൈയെഴുത്തു പ്രതിയായിരുന്നു പ്രാർത്ഥന ധ്വനി. 2014 ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരം ലഭിച്ചു. ഇന്ന് ലോക രാജ്യങ്ങളെ 15,000-ലധികം പേരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പാക്കി കർത്താവ് മാനിച്ചു. 15ഓളം രാജ്യങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൂടി നടത്തുവാനൊക്കെ ദൈവം സഹായിച്ചു. സകലമാനവും മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. ദൈവഹിതമെങ്കില് ഒക്ടോബർ മാസം 21, 22, 23 തീയതികളിലാണ് നമ്മുടെ ഇന്റർനാഷണൽ വെർച്വൽ കൺവെൻഷന്. ആ കൺവെൻഷൻ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിക്കുകയും നമുക്ക് ഒരുമിച്ച് ആ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി നടക്കുന്ന ആരാധനയില് നമുക്ക് ഒരുമിച്ച് സംബന്ധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവ് സഹായിക്കട്ടെ എന്ന് ദൈവസേനയെ പ്രാർത്ഥിക്കുന്ന നിരവധി പ്രാർത്ഥന വിഷയങ്ങളാണല്ലോ പ്രാർത്ഥന ധ്വനിയിൽ വരുന്നത്. ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ദൈവസേന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിൽ പ്രാർത്ഥന ധ്വനിയുടെ പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. ആ പ്രാർത്ഥന ഗ്രൂപ്പിൽ ഒത്തിരി പ്രാർത്ഥനകൾ വിഷയങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കാളികളാകാം. കർത്താവ് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ശക്തമായി ഉപയോഗിക്കട്ടെ. നമ്മുടെ കണ്ണുടയ്ക്കുക, നമ്മുടെ ദൈവത്തിനെ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രികാലം നിങ്ങളുടെ വിഷയത്തിനെ കൂടി അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ ആലോചന കേൾക്കുകയായാലോ ആ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നല്ലൊരു ദൈവം നമ്മെ ആക്കി തീർക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ധ്വനിക്ക് ചാപ്റ്ററിന്റെ നേരത്തില് ഇന്ന് രാത്രി കഴിഞ്ഞ തിരുസന്നിധാനത്തിലേക്ക് കടന്നു വരുവാൻ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ, കരയുവാൻ, അനേക വിഷയങ്ങൾ ഏറ്റെടുക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം. ഗാനങ്ങൾ പാടിയൊക്കെ കർത്താവിനെ ആരാധിപ്പാനൊക്കെ ദൈവം സഹായിച്ചല്ലോ. കർത്താവിന്റെ കൃപയെ പരിപാലിക്കണമേ. ഞങ്ങളുടെ ചെയർമാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വൈസ് ചെയർമാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പ്രെയർ കോർഡിനേറ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മിഷൻ കോർഡിനേറ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മീഡിയ കോർഡിനേറ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എഡിറ്റോറിയൽ ബോർഡിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സിംഗേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന മാനേജിംഗ് കൗൺസിലിനായി പ്രാർത്ഥിക്കുന്നു, എല്ലാ രാജ്യങ്ങളിലുള്ള പ്രാർത്ഥന എല്ലാ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ ഞങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അരുമനാഥന്റെ വരവേറ്റവും ആസനമായിരിക്കുന്നു. പല പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഒരുങ്ങുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടത്തിലും വേദനയും ദുഃഖത്തിലുമായിരിക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. ദൈവമേ, അങ്ങനെ ആശ്വാസനകരമാ പ്രിയപ്പെട്ട മക്കളുടെ മേലില്ല ദൈവം അയക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ചെയ്യുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും മേലെ കർത്താവിന് കരമയക്കണമേ. ദൈവ അനുഗ്രഹത്താൽ നിറയിലേക്കുപോയിട്ടുള്ള എല്ലാ ദൈവദാസന്മാർക്കായി ദൈവസഭകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എത്രയും പെട്ടെന്ന് തന്നെ സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിപ്പാനുള്ള എല്ലാ ക്രമീകരണവും ദൈവം ചെയ്തു കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ആത്മീയ രാജ്യത്തിന്മേൽ ദൈവം അയക്കാൻ വന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും ബഹുമാനവും പുകഴ്ചയും കർത്താവെ ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുള്ള സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നമ്മൾ നന്ദിയോട് സ്തോത്രം പറയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കരുണയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളുടെ മേൽ നടക്കുമ്പോൾ നമ്മുടെ കൺവെൻഷന് മേലും പ്രാർത്ഥനയ്ക്ക് ചാപ്റ്ററിന്റെ മേലും കൊണ്ടാകുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട ദൈവം ഞാനിന്റെ മഹത്വം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. അടുത്ത വളരെ സന്തോഷം. ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ആട്ടെ.